നമസ്കാരം പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 12ാം ക്ലാസ് കെമിസ്ട്രിയിലെ സോളിഡ് സ്റ്റേറ്റ് എന്ന പാഠഭാഗമാണ്. ആദ്യമായി നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് ടേമാണ് എന്താണ് മാറ്റർ എന്നുള്ളത്. അത് നമ്മളുടെ കൊച്ചു ക്ലാസ്സുകളിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. മാറ്റർ മീൻസ് എനിത്തിങ് വിച്ച് ഹാസ് മാസ് ആൻഡ് ഓക്യുപ്പൈസ് സ്പേസ്. അതായത് മാസ് ഉള്ളതും ഇരിക്കാൻ സ്ഥലം ആവശ്യമുള്ളതും ആയ ഏതൊരു വസ്തുവിനെയും നമ്മൾ മാറ്റർ എന്ന് വിളിക്കും. മാറ്റർ പല ഫോമുകളിൽ എക്സിസ്റ്റ് ചെയ്യാറുണ്ട്. അതിലെ പ്രധാനപ്പെട്ട 3 സ്റ്റേറ്റുകളാണ് നമ്മൾ എവറിഡേ ലൈഫിൽ ഒബ്സർവ് ചെയ്യുന്നത്. അതിലെ ഒന്നാമത്തത് സോളിഡ്, രണ്ടാമത്തത് ലിക്വിഡ്, മൂന്നാമത്തത് ഗ്യാസ്. ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായും പഠിക്കുന്നത് സോളിഡ് സ്റ്റേറ്റിനെ കുറിച്ചാണ്. സോളിഡ് നമ്മൾ നേരത്തെ പറഞ്ഞ കൂട്ട് 3 ഫണ്ടമെന്റൽ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിലെ ഒരു പാർട്ടാണ് സോളിഡ് എന്നുള്ളത്. നമുക്ക് ഈ പിക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ പിക്ചറിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. മോളിക്യൂൾസ് ഇൻ എ സോളിഡ് ആർ ക്ലോസ്ലി പാക്ഡ് ടുഗദർ ആൻഡ് കണ്ടെയ്ൻ ദ ലീസ്റ്റ് എമൗണ്ട് ഓഫ് കൈനറ്റിക് എനർജി. സോളിഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സോളിഡിൽ അതിന്റെ പാർട്ടിക്കിൾസ് വളരെ ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും. പിന്നെ വളരെ കുറച്ച് കൈനറ്റിക് എനർജി മാത്രമേ കാണുകയുള്ളൂ. നമുക്ക് ഇനി നോക്കാം സോളിഡിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന്. സോളിഡിന് പ്രധാനമായിട്ടും 5 ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്. അതിൽ ഒന്നാമത്തത് സോളിഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദേ ഹാവ് ഡെഫിനിറ്റ് മാസ്, വോളിയം ആൻഡ് ഷേപ്പ്. സോളിഡിന് ഡെഫിനിറ്റ് മാസ് ഉണ്ട്, ഷേപ്പ് ഉണ്ട്, വോളിയം ഉണ്ട്. സോളിഡിന്റെ രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസസ് ആർ ഷോർട്ട്. ഞാൻ നേരത്തെ കാണിച്ച പിക്ചറിനകത്ത് നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഞാനത് ഒന്നുകൂടെ കാണിക്കാം. ഈ പിക്ചറിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതുപോലെയുള്ള ആറ്റങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ മോളിക്യൂളുകൾക്കിടയിലുള്ള ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസുകൾ വളരെ കുറവാണെന്നുള്ളത്. പിന്നെ ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ ഇന്റർമോളിക്കുലർ ഫോഴ്സസും വളരെ സ്ട്രോങ് ആയിരിക്കും. അടുത്ത പോയിന്റ് എന്നുള്ളത് സോളിഡിലെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ആറ്റം ആകാം, മോളിക്യൂൾ ആകാം, അയോൺസ് ആകാം. ഇതേതാണെങ്കിലും ദേ ഹാവ് ഫിക്സഡ് പൊസിഷൻ. അവയ്ക്ക് ഫിക്സഡ് പൊസിഷൻ ഉണ്ട്. അത് വൈബ്രേറ്റ് ചെയ്യുന്നത് അതിന്റെ മീൻ പൊസിഷനിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ 4 പ്രോപ്പർട്ടികൾ പഠിച്ചു. 5ാമത്തെ പ്രോപ്പർട്ടി അഥവാ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ദേ ആർ ഇൻകംപ്രസിബിൾ ആൻഡ് റിജിഡ്. സോളിഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇൻകംപ്രസിബിൾ ആയിരിക്കും, റിജിഡുമായിരിക്കും. നമുക്കതിനെ കംപ്രസ് ചെയ്യാൻ സാധിക്കുകയില്ല, വളരെ ഹാർഡുമായിരിക്കും. അടുത്തതായി നമ്മൾ പോകുന്ന ഭാഗം സോളിഡിന്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ്. പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റിന്റെ ബേസിൽ സോളിഡ്സിനെ 2ആയി തരംതിരിക്കാം. ക്രിസ്റ്റലൈൻ സോളിഡുകൾ എന്നും അമോർഫസ് സോളിഡുകൾ എന്നും 2ആയി തരംതിരിക്കാം. അതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ക്രിസ്റ്റലൈൻ സോളിഡ്. ക്രിസ്റ്റലൈൻ സോളിഡിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്, ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്രിസ്റ്റലൈൻ സോളിഡിന്റെ പ്രത്യേകത നോക്കാം. അവയിലെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കും. ഓർഡേർഡ് അറേഞ്ച്മെന്റ് ആയിരിക്കും ക്രിസ്റ്റലൈൻ സോളിഡുകളിൽ.
ദാറ്റ് ഈസ് ദേ ഹാവ് ലോങ് റേഞ്ച് ഓർഡർ. അവയ്ക്ക് ലോങ് റേഞ്ച് ഓർഡർ ആണുള്ളത്. ക്രിസ്റ്റലൈൻ സോളിഡുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ് ഉണ്ടായിരിക്കുന്നത് സ്മോൾ ക്രിസ്റ്റലുകൾ ചേർന്നായിരിക്കും. അവയ്ക്ക് ഒരു ഡെഫിനിറ്റ് ജോമെട്രിക്കൽ ഷേപ്പ് ഉണ്ടാകും. അവയ്ക്ക് ഹൈ മെൽറ്റിംഗ് പോയിന്റും ഹൈ ഹീറ്റ് ഓഫ് ഫ്യൂഷനും ഉണ്ടായിരിക്കും. നമുക്ക് നോക്കാം ഈ ക്രിസ്റ്റലൈൻ സോളിഡിന്റെ ഒരു പിക്ചറൽ റെപ്രസെന്റേഷൻ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുകൊണ്ട് തന്നെ വെൽ ഓർഡർലി അറേഞ്ച്ഡ് ആയിരിക്കും. പിന്നെ അവയ്ക്ക് ഒരു പ്രത്യേക ജോമെട്രിക്കൽ ഷേപ്പുകൾ കാണും. നമുക്ക് അതിന്റെ ഉദാഹരണങ്ങൾ നോക്കാം. ക്വാർട്സ്, ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ഫുള്ളറൈൻസ്, ഈ പറയുന്നവയെല്ലാം ക്രിസ്റ്റലൈൻ സോളിഡിന് ഉദാഹരണങ്ങളാണ്. അടുത്തതായി അമോർഫസ് സോളിഡ്. അമോർഫസ് സോളിഡിന്റെ പ്രത്യേകത എന്താ നോക്കാം. The ordered arrangement of constituent particle is only at some portion of the solid. ഞാൻ ക്രിസ്റ്റലൈൻ സോളിഡിന്റെയും അമോർഫസ് സോളിഡിന്റെയും വ്യത്യാസം അറിയാനായി ഇവിടെ അതിന്റെ രണ്ടിന്റെയും പിക്ചറുകൾ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും ഇവയ്ക്ക് ഒരു വെൽ ഓർഡേർഡ് അറേഞ്ച്മെന്റ് കാണുകയില്ല. നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ഒരു വെൽ ഓർഡേർഡ് അറേഞ്ച്മെന്റ് അമോർഫസ് സോളിഡിൽ കാണുകയില്ല. ഇവയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവയ്ക്ക് ഷോർട്ട് റേഞ്ച് ഓർഡർ ആയിരിക്കും. ഈ സോളിഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവയുടെ സ്ട്രക്ചർ സിമിലർ ടു ലിക്വിഡ്സ്. ഇവയുടെ സ്ട്രക്ചർ എന്നുള്ളത് ലിക്വിഡ്സിന് സിമിലർ ആയിരിക്കും. ഇവയുടെ പ്രത്യേകത ഇവയ്ക്ക് പ്രത്യേകമായ ജോമെട്രിക്കൽ ഷേപ്പ് ഇല്ല, ഒരു ഫിക്സഡ് ആയിട്ടുള്ള മെൽറ്റിംഗ് പോയിന്റ് ഇല്ല, ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഇല്ല. ഇതാണ് അമോർഫസ് സോളിഡിനെ ക്രിസ്റ്റലൈൻ സോളിഡിൽ നിന്നും വ്യത്യാസം ആയി കാണുന്നത്. അടുത്തത് നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. പ്ലാസ്റ്റിക് ഒരു ഉദാഹരണമാണ് അമോർഫസ് സോളിഡിന്. പിന്നെ ഉള്ളത് ഗ്ലാസ്, റബ്ബർ, അമോർഫസ് സിലിക്ക, ഇവയെല്ലാം അമോർഫസ് സോളിഡിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ രണ്ട് ടൈപ്പ് സോളിഡിനെ കുറിച്ച് പറഞ്ഞു, ക്രിസ്റ്റലൈൻ സോളിഡും അമോർഫസ് സോളിഡും. ഇനിയും നിങ്ങൾ കണ്ടു കാണും ഈ ഗ്ലാസ്. ഇവയെ ശരിക്കും നമ്മൾ സോളിഡ് എന്ന് പറഞ്ഞല്ല വിളിക്കുന്നത്. ഇവയെ നമ്മളൊരു പ്രത്യേക പേരിലാണ് അറിയപ്പെടുന്നത്, സ്യൂഡോ സോളിഡുകൾ അഥവാ സൂപ്പർ കൂൾഡ് ലിക്വിഡുകൾ എന്നാണ്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത് നോക്കാം. ഈ പറയുന്ന സോളിഡ്, ഈ പറയുന്ന ഉദാഹരണത്തിലെ ഗ്ലാസ് എന്നുള്ളത് ഒരു സോളിഡ് പോലെയല്ല ബിഹേവ് ചെയ്യുന്നത്. ഇവയ്ക്കൊരു ടെൻഡൻസി ഉണ്ട്, ഒഴുകാനുള്ള ഒരു ടെൻഡൻസി, ലൈക്ക് ലിക്വിഡ്സ്. അതുകൊണ്ട് നമ്മൾ ഇവയെ സ്യൂഡോ സോളിഡുകൾ അഥവാ സൂപ്പർ കൂൾഡ് ലിക്വിഡുകൾ എന്ന് വിളിക്കും. ഞാനിവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഒരു ജനൽ ചില്ലിന്റെ. നമ്മൾ പണ്ട് കാലങ്ങളിലുള്ള വീടുകൾ പൊളിക്കുമ്പോൾ ഈ ജനൽ ചില്ലുകളുടെ അടിഭാഗം ബൾജ് ചെയ്ത് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ജനൽ ഗ്ലാസ് ആണെന്ന് വിചാരിക്കുക. ഇതിന്റെ അടിഭാഗം ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാം. ബൾജ് ചെയ്ത് നിൽക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് ഈ മുകളിലുള്ള ഗ്ലാസ് താഴേക്ക് ഫ്ലോ ചെയ്യുന്നത് കൊണ്ടാണ് അത് ബൾജ് ചെയ്ത് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഗ്ലാസുകളെ ഒരു പ്രത്യേക വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു, സ്യൂഡോ സോളിഡുകൾ അഥവാ സൂപ്പർ കൂൾഡ് ലിക്വിഡുകൾ എന്ന്. ഇനി നമുക്ക് ക്രിസ്റ്റലൈൻ സോളിഡിന്റെയും അമോർഫസ് സോളിഡിന്റെയും ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്കിവിടെ കാണാം ക്രിസ്റ്റലൈൻ സോളിഡുകൾ, അമോർഫസ് സോളിഡുകൾ. അതിന്റെ ഓരോ പ്രോപ്പർട്ടി നമുക്ക് നോക്കാം. ആദ്യ പ്രോപ്പർട്ടി ഷേപ്പ്.
നേരത്തെ പറഞ്ഞതുകൊണ്ട് തന്നെ ക്രിസ്റ്റലൈൻ സോളിഡിന് ഒരു ഡെഫിനിറ്റ് ക്യാരക്ടറിസ്റ്റിക് ഷേപ്പ് ഉണ്ട്. അമോർഫസ് സോളിഡിന് ഇറഗുലർ ഷേപ്പാണ്, പ്രത്യേക ഷേപ്പുകളൊന്നുമില്ല. അടുത്ത നമുക്ക് നോക്കാം മെൽറ്റിംഗ് പോയിന്റ്. നേരത്തെ ഞാൻ പറഞ്ഞു ക്രിസ്റ്റലൈൻ സോളിഡുകൾക്ക് ഒരു ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടായിരിക്കും. പക്ഷേ അമോർഫസ് സോളിഡുകൾക്ക് ഒരു ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് കാണുകയില്ല. അടുത്തത് ക്ലീവേജ് പ്രോപ്പർട്ടി. അതായത് ഞാനൊരു ക്രിസ്റ്റലൈൻ സോളിഡ് എടുത്ത് അതിനെ ഒരു ഷാർപ്പ് എഡ്ജ്ഡ് ടൂള് വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന സർഫസ് എന്ന് പറയുന്നത് വളരെ ക്ലീൻ ആയിട്ടുള്ള സ്മൂത്ത് ആയ സർഫസ് ആയിരിക്കും. അതേസമയം ഞാൻ ഒരു അമോർഫസ് സോളിഡ് എടുത്ത് കട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, എനിക്ക് കിട്ടുന്ന രണ്ട് സർഫസ് എന്ന് പറയുന്നത് ഇറഗുലർ ആയിരിക്കും. ഇറഗുലർ സർഫസുകളായിരിക്കും എനിക്ക് കിട്ടുന്നത്. അടുത്തതായി ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ക്രിസ്റ്റലൈൻ സോളിഡുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഡെഫിനിറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഉണ്ടാവും. അമോർഫസ് സോളിഡുകൾക്ക് ഒരിക്കലും ഒരു ഡെഫിനിറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഉണ്ടായിരിക്കുകയില്ല. അനൈസോട്രോപ്പി. നമ്മൾ ഈ അനൈസോട്രോപ്പി എന്താണെന്ന് വിശദമായി പഠിക്കും. അടുത്ത സ്ലൈഡിൽ നമ്മൾ വിശദമായിട്ട് അനൈസോട്രോപ്പി എന്താണെന്ന് പഠിക്കും. ക്രിസ്റ്റലൈൻ സോളിഡുകൾ അനൈസോട്രോപ്പിക് ആണ്, അമോർഫസ് സോളിഡുകൾ ഐസോട്രോപ്പിക്കും. നമുക്കിവിടെ നേച്ചർ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ക്രിസ്റ്റലൈൻ സോളിഡുകൾ എന്നാൽ ട്രൂ സോളിഡുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ട്രൂ സോളിഡുകളായിരിക്കും. അമോർഫസ് സോളിഡുകൾ എന്നാൽ അവയെ നമ്മൾ സ്യൂഡോ സോളിഡുകൾ അഥവാ സൂപ്പർ കൂൾഡ് ലിക്വിഡുകൾ എന്ന് വിളിക്കാറുണ്ട്. ഇനി നമുക്ക് അറേഞ്ച്മെന്റ് നോക്കാം. ക്രിസ്റ്റലൈൻ സോളിഡുകളിൽ ലോങ് റേഞ്ച് ഓർഡർ ആയിരിക്കും, അമോർഫസ് സോളിഡിൽ ഷോർട്ട് റേഞ്ച് ഓർഡർ ആയിരിക്കും. ഇതിന് ഉദാഹരണം ക്രിസ്റ്റലൈൻ സോളിഡുകൾക്ക് ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞിരുന്നു, എന്നാലും ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. സോഡിയം ക്ലോറൈഡ്, ക്വാർട്സ് പോലെയുള്ള വസ്തുക്കൾ ക്രിസ്റ്റലൈൻ സോളിഡിന് ഉദാഹരണങ്ങളാണ്. അമോർഫസ് സോളിഡിന് ഉദാഹരണമാണ് ഗ്ലാസ്, റബ്ബർ, പ്ലാസ്റ്റിക്കുകൾ എന്നിവ. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് അനൈസോട്രോപിക് ആൻഡ് ഐസോട്രോപിക് സബ്സ്റ്റൻസുകളെ കുറിച്ചാണ്. അനൈസോട്രോപിക് നേച്ചർ എന്താണെന്ന് നോക്കാം. നമ്മൾ ചില ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ലൈക്ക് ഇലക്ട്രിക്കൽ കണ്ടക്ടൻസ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നിവ മെഷർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഡിഫറെന്റ് ഡയറക്ഷനിൽ മെഷർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഡിഫറെന്റ് ഡയറക്ഷനിൽ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂസും ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെയുള്ള ആ നേച്ചറിനെ വിളിക്കുന്ന പേരാണ് അനൈസോട്രോപിക് നേച്ചർ എന്നും അങ്ങനെയുള്ള സബ്സ്റ്റൻസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അനൈസോട്രോപിക് സബ്സ്റ്റൻസുകൾ എന്നും. ഇതിന് കാരണം എന്ന് പറയുന്നത് പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലമാണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് അനൈസോട്രോപിക് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ക്രിസ്റ്റലൈൻ സോളിഡ്സ് അനൈസോട്രോപിക് ആണെന്ന്. അപ്പൊ എന്താണ് അനൈസോട്രോപ്പി എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞത്. അടുത്തതായി നമ്മൾ നോക്കുന്നത് ഐസോട്രോപിക് സബ്സ്റ്റൻസുകൾ അല്ലെങ്കിൽ ഐസോട്രോപിക് നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടി മെഷർ ചെയ്യുകയാണെങ്കിൽ ഡിഫറെന്റ് ഡയറക്ഷനിൽ മെഷർ ചെയ്യാമെന്ന് വിചാരിക്കുക. മെഷർ ചെയ്യുകയാണെങ്കിൽ ആ കിട്ടുന്ന വാല്യൂ എപ്പോഴും സെയിം ആയിരിക്കും. ഇതിന് കാരണം എന്ന് പറയുന്നത് പാർട്ടിക്കിൾസിന്റെ ഇറഗുലർ അറേഞ്ച്മെന്റ് ആണ്. ഇറഗുലർ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് മൂലമുണ്ടാകുന്നതാണ്. അമോർഫസ് സോളിഡ് ഇതിനൊരു ഉദാഹരണമാണ്. ഐസോട്രോപിക് സബ്സ്റ്റൻസുകൾക്കും നിങ്ങൾക്ക് ഞാൻ ആ ഉദാഹരണം ഒന്ന് പറഞ്ഞു തരാം. ഇപ്പം അനൈസോട്രോപിക് സബ്സ്റ്റൻസുകളുടെ കേസിലാണെങ്കിൽ ഇപ്പൊ ഞാൻ ബി എന്ന പാർട്ടിൽ നിന്ന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മെഷർ ചെയ്യാമെന്ന് വിചാരിക്കുക. ബി ടു എ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മെഷർ ചെയ്യുകയാണെങ്കിൽ എനിക്കൊരു വാല്യൂ കിട്ടും. ഓക്കെ, ഞാനത് സി ടു ഡി മെഷർ ചെയ്യുകയാണെങ്കിൽ ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, സി ടു ഡി മെഷർ ചെയ്യുകയാണെങ്കിൽ അത് ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെയുള്ള സബ്സ്റ്റൻസുകളാണ് അനൈസോട്രോപിക് സബ്സ്റ്റൻസുകൾ എന്ന് പറയുന്നത്. അതായത് പല
ഡയറക്ഷനിൽ നിന്ന് നമ്മൾ സെയിം കാര്യം മെഷർ ചെയ്യുമ്പോൾ ഡിഫറെന്റ് വാല്യൂസ് കിട്ടുകയാണെങ്കിൽ അതിനെ അനൈസോട്രോപിക് സബ്സ്റ്റൻസുകൾ എന്ന് വിളിക്കും. അടുത്തതായി നമുക്ക് ക്രിസ്റ്റലൈൻ സോളിഡിന്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് പാർട്ടിക്കിൾ ആൻഡ് ബൈൻഡിങ് ഫോഴ്സ്, അതായത് പാർട്ടിക്കിൾസിന്റെ നേച്ചറും ബൈൻഡിങ് ഫോഴ്സിന്റെ വ്യത്യാസം മൂലവും ക്രിസ്റ്റലൈൻ സോൾട്ടുകളെ നമ്മൾ 4 തരംതിരിക്കുന്നു. മോളിക്കുലാർ സോളിഡ് എന്നും അയണിക് സോളിഡ് എന്നും മെറ്റാലിക് സോളിഡ് എന്നും കോവാലന്റ് സോളിഡ് എന്നും 4 തരംതിരിക്കാം. അതിൽ ആദ്യത്തെ മോളിക്കുലാർ സോളിഡ് എന്താണെന്ന് നോക്കാം. ഇവയുടെ പ്രത്യേകത, മോളിക്കുലാർ സോളിഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ്, ഈ സോളിഡിലെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് മോളിക്കുൾ ആയിരിക്കും. ഈ സോളിഡിലെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ മോളിക്കുൾ ആയിരിക്കും. ഇതിനെ നമുക്ക് 3 തരംതിരിക്കാം. നോൺ പോളാർ മോളിക്കുലർ സോളിഡുകൾ എന്നും പോളാർ മോളിക്കുലർ സോളിഡുകൾ എന്നും ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലർ സോളിഡുകൾ എന്നും നമുക്ക് തരംതിരിക്കാം. അതിൽ ഒന്നാമത്തതാണ് നോൺ പോളാർ മോളിക്കുലർ സോളിഡ് എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ആർ ഈതർ ആറ്റംസ്, ഒന്നെങ്കിൽ ആറ്റം ആയിരിക്കും, അല്ല എങ്കിൽ നോൺ പോളാർ മോളിക്യൂൾസ് ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾ എന്താണ്? ഒന്നെങ്കിൽ ആറ്റംസ് അഥവാ അല്ലെങ്കിൽ നോൺ പോളാർ മോളിക്യൂൾസ് ആയിരിക്കും. ലൈക്ക് ഹൈഡ്രജൻ, ക്ലോറിൻ, അയഡിൻ പോലെയുള്ള നോൺ പോളാർ മോളിക്യൂൾസ് ആയിരിക്കും. ഇവയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഇടയ്ക്കുള്ള അതായത് ഈ മോളിക്യൂളുകൾക്കിടയിലുള്ള ബൈൻഡിങ് ഫോഴ്സ് എന്ന് പറയുന്നത് ലണ്ടൻ ഫോഴ്സ് ആയിരിക്കും. ഇറ്റ്സ് എ വീക്കസ്റ്റ് വാണ്ടർവാൾ ഫോഴ്സ് ഓർ ദ വീക്ക് വാണ്ടർവാൾ ഫോഴ്സസ് ആയിരിക്കും ഈ നോൺ പോളാർ മോളിക്യൂളുകൾക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അടുത്തതായി പോളാർ മോളിക്യൂൾസ്. ഈ പേരിൽ തന്നെയുണ്ട്, പോളാർ മോളിക്യൂൾ ആയിരിക്കും അതിലെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ്. ഉദാഹരണം HCl, CO2, SO2. ഇവയ്ക്കിടയിലുള്ള ബൈൻഡിങ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡൈപോൾ ഇന്ററാക്ഷൻ ആയിരിക്കും. ഇറ്റ് ഈസ് വൺ ഓഫ് ദ സ്ട്രോങ്ങർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അടുത്തതായി ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്യൂൾസ്. ആ പേരിൽ തന്നെയുണ്ട്, ഈ മോളിക്യൂളുകൾക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഹൈഡ്രജൻ ബോണ്ട് ആയിരിക്കും. ഹൈഡ്രജൻ ബോണ്ട് ആകണമെങ്കിൽ ഇതിലെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് എന്തായിരിക്കണം? ഒന്നുകിൽ ഹൈഡ്രജൻ, അല്ലെങ്കിൽ ഫ്ലൂറിൻ, അല്ലെങ്കിൽ ഓക്സിജൻ പോലെയുള്ള ഇലക്ട്രോ നെഗറ്റീവ് ആറ്റംസ് ആയിരിക്കും. അടുത്തതായി അയോണിക് സോളിഡ്സ്. ആ പേരിൽ തന്നെയുണ്ട്, ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് എന്നുള്ളത് അയോൺസ് ആയിരിക്കും. ദ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ആർ അയോൺസ്. ഇവയ്ക്കിടയിലുള്ള ബൈൻഡിങ് ഫോഴ്സ് എന്നുള്ളത് സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ദാറ്റ് ഈസ് അയണിക് ബോണ്ട് ആയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞത് അയണിക് സോളിഡിനെ കുറിച്ചാണ്. അയണിക് സോളിഡിലെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അയോൺസ് ആയിരിക്കും. അവയ്ക്കിടയിലുള്ള ബൈൻഡിങ് ഫോഴ്സ് എന്ന് പറയുന്നത് സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയ അയണിക് ബോണ്ട് ആയിരിക്കും. ഇവയുടെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഇവയുടെ പ്രത്യേകത വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. ഇത് എക്സാംസിന് ചോദിക്കാൻ വളരെയേറെ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. അയണിക് സോളിഡ്സ് സോളിഡ് സ്റ്റേറ്റില് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. ബട്ട് ഇൻ മോൾട്ടൺ സ്റ്റേറ്റ് വൈ ഇറ്റ് ബിക്കം കണ്ടക്ടർ? നമുക്ക് അതിന്റെ സൊല്യൂഷൻ എവിടെ നിന്ന് തന്നെ കിട്ടും.
സോളിഡ് സ്റ്റേറ്റിൽ ഇവ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ആയിരിക്കും. കാരണം ഈ കാണുന്ന, ഇപ്പൊ ഉദാഹരണത്തിന് സോഡിയം ക്ലോറൈഡ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് കാണുന്ന അയോൺസുകൾ ഒരിക്കലും ഫ്രീ മൂവ്മെന്റ് കാണുകയില്ല. ഫ്രീ, അതായത് ഇറ്റ്സ് നോട്ട് ഫ്രീ. ദാറ്റ് മീൻസ് ദ അയോൺസ് വിൽ നോട്ട് മൂവ് ഫ്രീലി. അയോൺസുകൾ ഫ്രീ ആയി മൂവ് ചെയ്യുകയില്ല. പക്ഷേ മോൾട്ടൺ സ്റ്റേറ്റിൽ വാട്ട് വിൽ ഹാപ്പൻ? as you know, what will happen? അതായത് സോളിഡ് സ്റ്റേറ്റിലെ പാർട്ടിക്കിൾസ് വളരെ ക്ലോസ്ലി അറേഞ്ച്ഡ് ആയിരിക്കും. പക്ഷേ സ്റ്റേറ്റ് മാറുമ്പോൾ, സോളിഡിൽ നിന്ന് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുമ്പോൾ പാർട്ടിക്കിൾസ് ഇടയിലുള്ള സ്പേസസ് കൂടി വരുന്നു. അതിനാൽ തന്നെ അയോണുകൾക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നു. ഉദാഹരണമായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, കാൽസ്യം ക്ലോറൈഡ് ഇവയെല്ലാം അയണിക് സോളിഡുകൾക്ക് ഉദാഹരണമാണ്. അടുത്തതായി നമ്മൾ നോക്കുന്നത് മെറ്റാലിക് സോളിഡുകൾ. നമ്മൾ ഈ പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, ഹിയർ the metal ions is surrounded by a sea of free electrons. മെറ്റാലിക് സോളിഡുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് മെറ്റൽ അയോൺസുകൾ സീ ഓഫ് ഇലക്ട്രോണിൽ മുങ്ങിക്കിടക്കുന്നത് പോലെ ആയിരിക്കും. ഇവക്കിടയിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയിരിക്കും. അതായത് മെറ്റാലിക് ബോണ്ട് ആയിരിക്കും. Due to the presence of large number of free electrons, they are good conductors of electricity. എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ഒരു ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസുകളെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത്രയും ലാർജ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് തന്നെ ഇവയെ നമ്മൾക്ക് എന്ത് വിളിക്കാൻ സാധിക്കും? ഗുഡ് കണ്ടക്ടേഴ്സ്. ഇവയുടെ അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് ഇവ ഹൈലി മാല്യബിൾ ആയിരിക്കും, അടിച്ചു പരത്താൻ സാധിക്കും, ഹൈലി ഡക്ടൈൽ ആയിരിക്കും, വലിച്ചു നീട്ടാൻ സാധിക്കും, പിന്നെ മെറ്റാലിക് ലെസ്റ്റർ ഉണ്ടാകും, അതായത് നല്ല തിളക്കമുണ്ടാകും. ഇതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മെറ്റലുകളും മെറ്റാലിക് സോളിഡുകൾക്ക് ഉദാഹരണമാണ്. അടുത്ത ഒരു ഗ്രൂപ്പ് ഓഫ് സോളിഡ് ആണ് കോവാലന്റ് അഥവാ നെറ്റ്വർക്ക് സോളിഡുകൾ. ഇവയുടെ അതിന്റെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്, ആ സോളിഡുകളുടെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ആറ്റംസ് ആയിരിക്കും. കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ആർ ആറ്റംസ് ആൻഡ് ദ ഫോഴ്സ് ബിറ്റ്വീൻ ദ ആറ്റംസ് ഈസ് സ്ട്രോങ് കോവാലന്റ് ബോണ്ട്. ആ ആറ്റങ്ങൾക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് കോവാലന്റ് ബോണ്ട് ആയിരിക്കും. ഇവയുടെ പ്രത്യേകത, ഈ ബോണ്ടിങ് വളരെ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഇവയ്ക്ക് എക്സ്ട്രീംലി ഹയർ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടാവും. ഹയർ മെൽറ്റിംഗ് പോയിന്റ് കാണും. ഇവ ഹൈലി ഇലക്ട്രിക്കൽ ഇൻസുലേറ്ററുകളായിരിക്കും. പിന്നെ ബ്രിട്ടിൽ ആയിരിക്കും, ഹൈലി ബ്രിട്ടിൽ ആയിരിക്കും. ബ്രിട്ടിൽ മീൻസ് പെട്ടെന്ന് പൊട്ടിപ്പോകും. അതായത് ഉദാഹരണത്തിന് നമ്മള് ഗ്രാഫൈറ്റ്, ക്വാർട്സ്, ഡയമണ്ട് ഇവയെല്ലാം സ്ട്രോങ് ആണ്, പക്ഷെ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാകും. ഇവിടെ ഡയമണ്ടിന്റെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ആറ്റംസ് ഇതാണ് അതിന്റെ കോവാലന്റ് അഥവാ നെറ്റ്വർക്ക് സോളിഡുകളുടെ ആറ്റംസ്. ഇവയ്ക്കിടയിൽ എന്താണ്? സ്ട്രോങ് കോവാലന്റ് ബോണ്ട് കാണും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് കോവാലന്റ് അഥവാ നെറ്റ്വർക്ക് സോളിഡുകൾ ലഭിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു കോവാലന്റ് അഥവാ നെറ്റ്വർക്ക് സോളിഡുകൾ ഇലക്ട്രിക്കൽ ഇൻസുലേറ്ററുകളായിരിക്കുമെന്ന്. ഉദാഹരണം പറഞ്ഞപ്പോൾ ഗ്രാഫൈറ്റും പറഞ്ഞു. പക്ഷേ ഗ്രാഫൈറ്റിന് ഒരു എക്സെപ്ഷണൽ പ്രോപ്പർട്ടി ഉണ്ട്. ഗ്രാഫൈറ്റ് ഹാസ് ആൻ എക്സെപ്ഷണൽ പ്രോപ്പർട്ടീസ്. അതിന് കാരണം എന്ന് പറയുന്നത് അതിന്റെ ആറ്റംസിന്റെ അറേഞ്ച്മെന്റ് ആണ്. അശ്വിനോ, നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും. ഈ ഒരു ആറ്റം എടുക്കുക,
ഈ ആറ്റം കോവാലന്റ്ലി 3 അടുത്ത ആറ്റവുമായിട്ട് ബൈൻഡ് ചെയ്തിരിക്കും. നമുക്കറിയാം കാർബണിന്റെ വാലൻസി 4 അവിടെ ഒരു വാലൻസി ഫ്രീ ആണ്. ആ വാലൻസ് ഇലക്ട്രോൺ എന്ത് ചെയ്യും? തൊട്ട് അടുത്തുള്ള കാർബണുമായിട്ട് ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനിൽ ബൈൻഡ് ചെയ്ത് അവിടെ നിൽക്കും. ഇറ്റ്സ് നോട്ട് എ കോവാലന്റ് ബോണ്ട്. അതൊരു കോവാലന്റ് ബോണ്ട് അല്ല. ഇവയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഗ്രാഫൈറ്റുകൾ ലെയറുകളായിട്ടാണ് കാണുന്നത്. ആറ്റംസ് ആർ അറേഞ്ച്ഡ് ഇൻ ഡിഫറെന്റ് ലെയേഴ്സ്. ഓരോ ആറ്റംസും ഡിഫറെന്റ് ലെയേഴ്സ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ 4ാമത്തെ ഇലക്ട്രോൺ ഫ്രീ ടു മൂവ് ആണ്. അതായത് ഈ 2 ലെയറുകൾക്കിടയിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ കഴിവുള്ള ഒരു വസ്തുവാണ് ഗ്രാഫൈറ്റ്. സോ ഗ്രാഫൈറ്റ് ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ആസ് യു നോ, നിങ്ങളറിയാം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട് എങ്കിൽ അവ എന്തായിരിക്കും? ഇലക്ട്രിക്കൽ കണ്ടക്ടറുകളായിരിക്കും.